അനന്യ എഞ്ചിനീയറിംഗ് കോളേജിനു മുന്നിൽ വന്നു നിൽക്കുമ്പോൾ എൻ്റെ സ്വപ്നം നടക്കുമോ എന്ന ആശങ്ക ആയിരുന്നു. ഒരു ചെറിയ വീട്ടിൽ ജനിച്ച അവളുടെ ജീവിതം ഒട്ടും വിജയകരമല്ലാത്ത ആഗ്രഹങ്ങളായിരുന്നു അവളുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. അവളുടെ അച്ഛൻ ഒരു മെക്കാനിക്, അമ്മ ഒരു തയ്യൽക്കാരിയായിരുന്നു. എന്നാൽ അവർക്കൊന്നും കമ്പ്യൂട്ടറും കോഡിങ്ങും മനസ്സിലായിരുന്നില്ല. എന്നാലും തന്റെ മകൾ ആഗ്രഹം എങ്ങനെങ്കിലും സാധിച്ചു കൊടുക്കാൻ അവർ തീരുമാനിച്ചു. അന്നേരം ആണ് അവളുടെ അച്ഛൻ ജൂഡ് കുറിച്ച് അറിയുന്നത് ആദ്യമായി. നല്ല മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ല ക്യാമ്പസിൽ അവൾക്കു അഡ്മിഷൻ കിട്ടി. അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തത് സെന്റ് ജൂഡ് അവിടെ സാറും ആയിരുന്നു. അവൾ ഫസ്റ്റ് ഡേ ക്യാമ്പസിൽ ചെന്ന്. എന്നാൽ മുന്നോട്ടുള്ള ദിവസങ്ങൾ വളരെ കഠിനം ആയിരുന്നു. ഇംഗ്ലീഷ് ഒക്കെ അവൾക്ക് വളരെ ബുദ്ധിമുട്ട് ആയിരുന്നു. പാഠങ്ങൾ മനസ്സിലാക്കാൻ സമയം വേണ്ടി വന്നു. സഹപാഠികൾ അവളെക്കാൾ സ്മാർട്ട് ആയി തോന്നി, അവളെക്കാൾ മുന്നിലാണെന്ന് തോന്നി. പക്ഷേ അതൊന്നും ഓർക്കാതെ മുന്നോട്ടു തന്നെ പോകാൻ തീരുമാനിച്ചു. അവൾ രാത്രിയെന്നോ പകലെന്നോ എല്ലാം മറന്നു പഠിക്കാൻ തുടങ്ങി. 3-ാം വർഷം വരുമ്പോൾ അവൾ തന്റെ ബാച്ചിന്റെ മികച്ച വിദ്യാർത്ഥിയായിരുന്നു. കർഷകർക്ക് ഉപയോഗപ്പെടുന്ന കുറഞ്ഞ ചിലവുള്ള ധര ഉപകരണം അവൾ വികസിപ്പിച്ചു. ആ പ്രോജക്റ്റ് അവാർഡുകളും അതിലും പ്രധാനമായി പ്രതീക്ഷയും നേടി. ഫൈനൽ ഇയറിൽ അവൾ ഒരു വലിയ ടെക് കമ്പനിയിൽ ജോലിയിൽ എത്തി. അച്ഛനുമായി ഫോൺ വഴി സംസാരിച്ചപ്പോൾ പറഞ്ഞു, പാപ്പ, ഞാൻ ജോലി നേടി.